നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കീ ചെയിനുകൾ. കീ ചെയിനുകളിൽ സാധാരണ ഏവരും ദൈവങ്ങളുടെ ചിത്രങ്ങൾ തൂക്കാറുണ്ട്. അതായത് ചില ക്ഷേത്രങ്ങളിലൊക്കെ പോയി അവിടെ പോകുന്ന സമയത്താകുമ്പോൾ ആ ക്ഷേത്രത്തിലെ ദൈവങ്ങളുടെ ചിത്രങ്ങൾ, അതായത് ഗണപതി അല്ലെങ്കിൽ മൂകാംബികയമ്മ, അതുപോലെ ഉള്ള എല്ലാ ദൈവങ്ങളും നമുക്ക് ഏത് ദൈവത്തെയാണോ ഏത് ദേവനെയാണോ നമ്മൾ ഇഷ്ടത്തോടെ കാണുന്നത് ആ ദേവൻ നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കണം എന്ന് കരുതി വാഹനത്തിൻ്റെ ചെയിൻ, കീ ചെയിൻ. അപ്പോൾ ഒരു വാഹനം പുതിയത് വാങ്ങിക്കുമ്പോഴാകട്ടെ നമ്മൾ ആദ്യം ചെയ്യുന്ന അതിൻ്റെ താക്കോലിനകത്ത് ഉടനെ ഒരു ദൈവത്തിൻ്റെ ചിത്രം എന്തെങ്കിലും ഒരു കീ ചെയിനായിട്ട് ഉപയോഗിക്കും. അപ്പോൾ അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഭഗവാനിൽ നിന്നൊരു ഒരു ഒരു സ്പർശം, ഭഗവാന്റെ ഒരു കരസ്പർശം. നമ്മളൊരു വാഹനം ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ ഒരു പകുതി, നമ്മൾ താൻ പാതി ദൈവം പാതി എന്നല്ലേ പറയുന്നത്. എന്ന് പറയുമ്പോൾ നമ്മളിൽ നിന്ന് പകുതി ശക്തിയും അതുപോലെ ബാക്കി 50% ഭഗവാന്റെ ഒരു കൃപയും നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഉണ്ടാവണം എന്നൊരു ആഗ്രഹത്തോടു കൂടിയാണ് കീ ചെയിനുകളിൽ നമ്മൾ ഭഗവാന്റെ ചിത്രങ്ങൾ തൂക്കിയിടുന്നത്. അപ്പോൾ ഇത് നല്ലതാണോ ചീത്തയോ, അത് എത്രത്തോളം നല്ലതാണ് അല്ലെങ്കിൽ എത്രത്തോളം എന്തെങ്കിലും ദോഷം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. അപ്പോൾ ഭഗവാന്റെ ഒരു കൃപ നമുക്കുണ്ടാകണം, അല്ലെങ്കിൽ ആ ഭഗവാൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്നൊരു തോന്നൽ നമ്മൾക്ക് ലഭിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ആ ഒരു ഭഗവാന്റെ കൃപ നമ്മളിലേക്ക് എത്താൻ വേണ്ടിയാണ് നമ്മൾ അത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നത് ഉണ്ടെന്നല്ല, പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ആ കീ ചെയിൻ ഉപയോഗിക്കുന്നവർ, അതായത് ഭഗവാന്റെ ചിത്രങ്ങൾ ഇങ്ങനെ തൂക്കിയിടുന്ന തരത്തിലുള്ള കീ ചെയിനുകൾ ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കീ ചെയിനുകളിൽ സാധാരണയായി ഭഗവാന്റെ ചിത്രങ്ങൾ തൂക്കി ഇടാതിരിക്കുന്നതാണ് നല്ലത് എന്നതാണ് പറയപ്പെടുന്നത്. കാരണം ചില സമയത്ത്, ഇപ്പോൾ നമ്മൾ കീ ചെയിൻ എപ്പോഴും ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ മത്സ്യമാംസാദികൾ കഴിക്കാതെ പുറത്തോട്ട് പോയിട്ടും ആ കൈ കൊണ്ട് നമ്മൾ കഴുകുന്നെങ്കിൽ പോലും ആ കൈ കൊണ്ട് പിന്നെയും നമ്മൾ എടുക്കുമ്പോൾ ഭഗവാനാണ്. അദ്ദേഹം ആ മത്സ്യമാംസാദി നമ്മൾ കഴിച്ച ശുദ്ധിയാകാതെ എടുക്കുമ്പോൾ അത് അശുദ്ധപ്പെടാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. അതുകൊണ്ട് കഴിവതും കീ ചെയിനുകളിൽ ഭഗവാന്റെ ചിത്രങ്ങൾ തൂക്കാതിരിക്കുന്നത് നല്ലതാണ് എന്നൊരു പക്ഷം പറയുമ്പോഴും അത് വളരെ ശുദ്ധിയോടെ നമ്മൾ കൊണ്ടു നടക്കുകയാണെങ്കിൽ അത് വളരെ ഗുണകരമാണ്. എങ്കിൽ പോലും ഇതൊന്ന് സൂക്ഷിക്കേണ്ട കാര്യം കൂടി ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ മത്സ്യമാംസാദികൾ കഴിച്ചു കഴിഞ്ഞ് ശുദ്ധരാവാതെ വീണ്ടും ഇപ്പം പുറത്തു പോയി നമ്മൾ ആഹാരം കഴിച്ചിട്ട് വീണ്ടും കീ ചെയിൻ ഭഗവാനെ എടുക്കുമ്പോൾ നമ്മൾ നോൺ വെജ് കഴിച്ചിട്ടാവുമ്പോൾ അത് നെഗറ്റീവാണ്. എങ്കിൽ പോലും നമ്മളിത് പറഞ്ഞപ്പോൾ എത്രത്തോളം ആളുകൾക്ക് സ്വീകരിക്കാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം ഭഗവാനെ എപ്പോൾ നമ്മളോട് ചേർന്ന് ഉണ്ടാവണം എന്നൊരു ആഗ്രഹത്തോടു കൂടിയാണ് നമ്മളത് ചെയ്യുന്നത്. എങ്കിൽ പോലും ഇതൊന്ന് സൂക്ഷിക്കണം, ശുദ്ധിയോടെ ഇത് ഉപയോഗിക്കാനൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഉപയോഗശൂന്യമായ താക്കോലുകൾ, കീ ചെയിൻ്റെ കൂട്ടത്തിൽ തന്നെ ചില താക്കോലുകളുണ്ട്. ഉപയോഗശൂന്യമായ താക്കോലുകൾ നമ്മുടെ ഭവനത്തിൽ വെക്കാതിരിക്കുകയാണ് നല്ലത്. വീടിൻ്റെ ഇപ്പം തന്നെ 2 കീ ഉണ്ട്, അല്ലെങ്കിൽ വേറൊരു ഇപ്പം ഉദാഹരണത്തിന് ഒരു കീ നമ്മൾ പുറത്തെന്തെങ്കിലും പോയി തിരിച്ച് വന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് മിസ്സാവുമ്പോൾ നമ്മൾ അതിൻ്റെ മോഡൽ തന്നെ വേറെ എടുക്കും. എങ്കിൽ പോലും ചില കീകൾ, ആവശ്യമില്ലാത്ത ചില കീകൾ വീട്ടിൽ സൂക്ഷിക്കുന്ന ഒരു ശീലമുണ്ട്. അത് ഒന്നിനും കൊള്ളുകയില്ല, അല്ലെങ്കിൽ അത് ആവശ്യമില്ല, തുരുമ്പ് പിടിച്ചത്, ഇങ്ങനെയുള്ള ചില താക്കോൽ കൂട്ടങ്ങൾ ഭവനത്തിൽ സൂക്ഷിക്കുന്നത് നമ്മളുടെ ഭവനത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെ തന്നെ അത് ഇല്ലാതാക്കുകയാണ്. അപ്പോൾ ഈ കീ ചെയിനിൽ ദൈവങ്ങളുടെ പടം അത് ഉപയോഗിക്കുമ്പോൾ വളരെ ശുദ്ധിയോടുകൂടി ഉപയോഗിക്കാൻ കൂടി ഒന്ന് ശ്രമിക്കേണ്ടതാണ് എന്നതാണ് ഒരു പക്ഷം. രണ്ടാമതായി പറയുന്നത്, ഉപയോഗശൂന്യമായി എന്ത് താക്കോൽ കൂട്ടങ്ങളായാലും അതുകൊണ്ട് നമുക്കൊരു ഉപയോഗമില്ല എന്ന് തോന്നുന്ന താക്കോൽ കൂട്ടങ്ങൾ കഴിവതും ഭവനത്തിൽ സൂക്ഷിക്കാതിരിക്കാൻ ശ്രമിക്കുക, അത് ഒഴിവാക്കുക. കാരണം താക്കോൽ കൂട്ടം ഒന്നെങ്കിൽ നമ്മുടെ അലമാരയുടെ ആയിരിക്കും, അത് ഉപയോഗശൂന്യമായതിനെ എന്തിനാ വീട്ടിൽ വെറുതെ വെച്ചേക്കുന്നത്, അതിനെ മാറ്റുകയാണ് നമ്മുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഏറ്റവും നല്ലത്. അതുപോലെ ഡൈനിങ് ടേബിൾ, കസേര, കുട്ടികളുടെ മുറി എന്നിവയുടെ ഒന്നും താക്കോലുകൾ സൂക്ഷിക്കാൻ പാടില്ല. ഡൈനിങ് ടേബിളിൻ്റെ ചില ആളുകളുണ്ട്, വാഹനത്തിൻ്റെ ആയാലും വീടിൻ്റെ ആയാലും വീട് തുറന്ന് അകത്തോട്ട് വന്നതിന് ശേഷം ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ വെച്ചേക്കുന്ന ഒരു ശീലമുണ്ട്. ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ താക്കോൽ കൂട്ടങ്ങൾ അങ്ങനെ അലക്ഷ്യമായി വെക്കാൻ പാടില്ല. അതുപോലെ കസേരയുടെ മുകളിലും അങ്ങനെ വെക്കാൻ പാടില്ല. അതുപോലെ തന്നെ കുട്ടികളുടെ മുറിയിലും കൊണ്ടുപോയി താക്കോൽ കൂട്ടങ്ങൾ വെക്കാൻ പാടില്ല. അത് നെഗറ്റീവ് എനർജിയെ
ആ ഭവനത്തിൽ നെഗറ്റീവ് എനർജി ഉണ്ടാക്കാനും ആ കുട്ടികളിലേക്ക് നെഗറ്റീവ് എനർജി ഉണ്ടാക്കാൻ അത് കാരണമാവും. അതുകൊണ്ട് ഇത് സൂക്ഷിക്കേണ്ട സ്ഥലം ഏതാണെന്ന് ഒരു ചോദ്യം വരും. അപ്പോൾ വീടിന്റെ പടിഞ്ഞാറ് ദിശയിലാണ് ഇത് സൂക്ഷിക്കേണ്ടത്. വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് താക്കോൽ സൂക്ഷിക്കേണ്ട സ്ഥലമാണ്. അല്ലാതെ ചില വീടുകളിൽ ഒട്ടുമിക്ക ആളുകൾ സാധാരണ താക്കോലുകൾ സൂക്ഷിക്കുന്ന വീടിന്റെ പ്രധാന ഹാളിലോ ഷോക്കേസിലോ ഒക്കെ ആയിരിക്കും. ചിലപ്പം പെട്ടെന്ന് എടുക്കാനുള്ള ഒരു സൗകര്യം. അപ്പോൾ ഹോളിൽ ഇരിക്കുവാൻ നമ്മൾ പുറത്തോട്ട് ഇറങ്ങാൻ നേരത്ത് പെട്ടെന്ന് ഹോളിൽ നിന്ന് എടുത്തുകൊണ്ട് നമുക്ക് പോകാനുള്ള ഒരു സൗകര്യത്തിനാണ് നമ്മൾ ഹോളിൽ സൂക്ഷിക്കാറുള്ളത്. അതുകൊണ്ട് ഒരിക്കലും ഹോളിൽ തന്നെ താക്കോൽ കൂട്ട ഹോളിൽ സൂക്ഷിക്കാതെ വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്തെ മുറി ഏതാ ആ മുറിയുടെ ഒരു അറ്റത്തായി എവിടെയെങ്കിലും, അതും ഒരു തടി അലമാരി ഉണ്ടെങ്കിൽ തടി അലമാരിയിൽ വെക്കുകയാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠം അതാണ്. സാമ്പത്തിക ഭദ്രതയ്ക്കും ഒക്കെ ഏറ്റവും ഗുണകരമായത്. അത് അലമാരിയുടെ താക്കോലായാലും പൂട്ടിയതിനു ശേഷം വീടിന്റെ പടിഞ്ഞാറ് മുറിയിൽ കൊണ്ടുപോയി അവിടെ ഒരു തടി അലമാരി അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ള ഒരു തടി അലമാരി ആണെങ്കിൽ പോലും അതിനകത്ത് വെച്ച് സൂക്ഷിക്കുകയാണ് ഏറ്റവും നല്ല കാര്യം. ഹാളിലോ മറ്റും വെക്കാൻ പാടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതുപോലെ അത് താക്കോൽ കൂട്ടങ്ങൾ നമ്മുടേതായിട്ട് സ്വന്തം ഒരുപാട് ഇപ്പോൾ വണ്ടിയുള്ള ആളുകൾ ചിലത് താക്കോൽ കൂട്ടങ്ങൾ ഇങ്ങനെ തൂക്കിയിടുന്ന ആണിയടിച്ച് തൂക്കിയിടുന്നവരുണ്ട്. അപ്പം പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ അയാൾക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കും താക്കോൽ ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്നത് കാണാം. മറ്റുള്ളവരുടെ ദൃഷ്ടി പതിയുന്നിടത്ത് താക്കോൽ കൂട്ടങ്ങൾ സൂക്ഷിച്ചു വെക്കാതിരിക്കുക. പുറത്തു നിന്ന് വരുന്ന ഒരാൾക്ക് കാണാൻ പാകത്തിന് താക്കോലുകൾ വെക്കുന്നത് നെഗറ്റീവ് എനർജി പ്രദാനം ചെയ്യും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, താക്കോലുകൾ വാഹനത്തിന്റെ ആവട്ടെ, വീടിന്റെ ആവട്ടെ, പിന്നെ ഓഫീസ് സ്ഥാപനത്തിന്റെ ആവട്ടെ, ഏതിന്റെ താക്കോലുകളായാലും ഹോളിൽ വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്തെ വീടിന്റെ മുറിയുണ്ടല്ലോ, ഏത് വീടിന്റെ പടിഞ്ഞാറ് മുറിയുണ്ടല്ലോ, പടിഞ്ഞാറ് ഭാഗത്തെ മുറിയിൽ ഒരു തലി അലമാരിയിലോ അത് ആയിട്ടുള്ള ഓപ്പൺ ആയിട്ടുള്ള അലമാരി ആണെങ്കിൽ പോലും അതിനകത്ത് വെക്കുക. ചില തടിയുടെ അലമാരി ഭിത്തിയിൽ ഇങ്ങനെ തടി അലമാരി പോലെ പണിഞ്ഞു വെക്കുമല്ലോ, അത് ഓപ്പൺ ആയിട്ടുള്ള എന്താണെങ്കിൽ പോലും അതിൽ സൂക്ഷിക്കുക. അത് നിങ്ങൾക്ക് നെഗറ്റീവ് എനർജിയെ മാറ്റി പോസിറ്റീവ് എനർജിയെ പ്രദാനം ചെയ്യും. അതുപോലെ മറ്റുള്ളവർ കാണാൻ പാകത്തിന് ഒരിക്കലും താക്കോലുകൾ വെക്കാതിരിക്കുക. അതുപോലെ കുട്ടികളുടെ മുറിയിൽ കൊണ്ടുപോയി അതും സേഫായിട്ട് അവിടെ ഇരിക്കട്ടെന്ന് പറഞ്ഞ് വെക്കാതിരിക്കുക. അതുപോലെ അലക്ഷ്യമായി മേശപ്പുറങ്ങളിൽ അലക്ഷ്യമായി കൊണ്ട് ഒരിക്കലും താക്കോലിടരുത്. നമ്മൾ ഈ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകളാണ് നമ്മുടെ ചില ആളുകൾ എപ്പോഴും പറയാറുണ്ട്, സമ്പത്ത് ഇഷ്ടം പോലെ ഉണ്ട്, മാസം 50,000 രൂപ കിട്ടുന്നുണ്ട്, പക്ഷെ ഭവനത്തിലോട്ട് കയറി കഴിഞ്ഞാൽ അറിയാൻ പറ്റും പിറ്റേന്ന് ഒരു രാത്രി കിടന്ന് രാവിലെ എണീക്കുന്ന 100,000 ചിലവ് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് പൈസ പോയ വഴി കാണത്തില്ല എന്ന് അല്ലെങ്കിൽ ഇന്ന് വിഷമങ്ങൾ പറയുന്ന ധാരാളം ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മളെ പണത്തെ ഇല്ലാതാക്കുന്ന ചില നമ്മൾ ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ പുറത്തുനിന്ന് ചായയോ കാപ്പിയോ അങ്ങനെ ഒന്നും കഴിക്കത്തില്ല, വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുപോയി കഴിക്കുക, പോരുക, കൊച്ചുങ്ങളുടെ കാര്യം വീട്ടിലെ കാര്യങ്ങൾ നോക്കുക എന്നല്ലാതെ ഞാൻ അനാപത്തായിട്ട് ഒരു ചിലവുകളും ഇല്ല, പക്ഷേ എൻ്റെ കൈ പണം നിൽക്കുന്നില്ല തിരുമേനി എന്ന് പറയുന്നു. അപ്പോൾ ചില കാര്യങ്ങൾ ഇങ്ങനെയുള്ള, അതായത് വണ്ടിയുടെ താക്കോലുകളൊക്കെ നമ്മൾ ഉപയോഗം കഴിഞ്ഞാൽ മിക്കവാറും ആളുകൾ ഉപയോഗം കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും മേശപ്പുറത്ത് എവിടെയെങ്കിലും കൊണ്ടിട്ടിട്ട് കിടന്ന് രാത്രി ജോലി കഴിഞ്ഞ് വരുന്നവരാണെങ്കിലും ആ ക്ഷീണം കൊണ്ടാവട്ടെ മേശപ്പുറത്ത് എവിടെയെങ്കിലും അലക്ഷ്യമായിട്ട് കൊണ്ടിട്ടിട്ട് കിടന്നങ്ങ് ഉറങ്ങും. രാവിലെ അമ്മയുടെ എൻ്റെ വണ്ടിയുടെ താക്കോൽ കണ്ടാലേ അമ്മ എൻ്റെ വണ്ടിയുടെ താക്കോൽ എന്തി, ചിലപ്പോൾ അമ്മ പിന്നെ എവിടെന്നെങ്കിലും എടുത്തുകൊണ്ട് വന്ന് കൊടുക്കും, എടാ ഇനി സൂക്ഷിച്ച് വെച്ചോക്കണം എന്നും പറഞ്ഞിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ സാധാരണ നടക്കുന്നതാണ്. അപ്പോൾ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ വീടിന്റെ പടിഞ്ഞാറേ ഭാഗത്ത് ഒരു മുറിയിൽ ഒരു തടി അലമാരിക്കകത്ത് ഇത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അലക്ഷ്യമായി മേശപ്പുറത്ത് ഭക്ഷണം കഴിക്കുന്ന മേശപ്പുറത്താവട്ടെ അല്ലെങ്കിൽ കുട്ടികളുടെ മുറിയിലാവട്ടെ ഇങ്ങനെയുള്ള ഒരു സ്ഥലങ്ങളിലും ഇത് കൊണ്ടുപോയി വെക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ഭഗവാന്റെ ചിത്രങ്ങൾ കീ ചെയിനായിട്ട് ഇടുന്നവർ, താക്കോൽ കീ ചെയിനായിട്ട് ഇടുന്നവർ അത് അത്രത്തോളം ഭവ്യതയോടെ സൂക്ഷിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ആ കാര്യങ്ങൾ ചെയ്യുക, അല്ലാത്ത പക്ഷം ചെയ്യാതിരിക്കുക. എന്തിനാണ് തെറ്റുകൾ ചെയ്ത് ദോഷം വരുത്തി വെക്കുന്നത്? അതിനെക്കാട്ടി നല്ലതല്ലേ ചെയ്യാതിരിക്കുക. ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് ഭേദമാണ് ചെയ്യാതിരിക്കുക. അപ്പോൾ കീ ചെയിനുകളിൽ ഭഗവാന്റെ ചിത്രങ്ങൾ സൂക്ഷിക്കുന്നവരും അതുമല്ലാതെ പൊതുവെ താക്കോലുകൾ സൂക്ഷിക്കേണ്ടത് പടിഞ്ഞാറ് ഭാഗത്തെ മുറിയിലാണ്. ഇത്രയും പൊതുവായ ഒരു കാര്യമാണ്. ദൈവത്തിന്റെ കീ ചെയിനോട് കൂടിയുള്ള താക്കോൽ സൂക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റ് വീടിന്റെ ആവട്ടെ അല്ലെങ്കിൽ ഓഫീസിന്റെ ആവട്ടെ അല്ലെങ്കിൽ മറ്റ് ഏത് താക്കോലുകളായാലും സൂക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് മറ്റുള്ളവർ കാണാതെ സൂക്ഷിച്ച് വെക്കുക. മറ്റു വാഹനത്തിന്റെ താക്കോലുകൾ പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ ദൃഷ്ടി പതിയാതിരിക്കാൻ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അത് നെഗറ്റീവ് എനർജിക്ക് കാരണമാകും എന്നതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ വീഡിയോ ഏവർക്കും ഫലപ്രദമായി ഗുണപ്രദമായി തോന്നുന്നെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കേൾക്കുക, അഭിപ്രായങ്ങൾ പറയുക. നന്ദി, നമസ്കാരം.